أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نولي ما تولى ونصلي جهنم وساءت مصيرا صدق الله مولانا الكريم من هدف مؤمنا بكفر فهو كقتله شفيعنا رسول الله صلى الله عليه وسلم. സമാധാനീയരായ സയ്യിദ് ബഷീർ തങ്ങൾ, ബഹുമാന്യനായ ജസീൽ കമാലി, മുജ്തബ ഫൈലി, OPM അഷ്റഫ്, മുഖ്യ ഭാഷണം നടത്തിയ പ്രിയങ്കനായ അബ്ദുൽ ഹമീദ് ഫൈലി, MT അബൂബക്കർ ദാരിമി, മുസ്തഫ അഷ്റഫി കക്കുബടി, മറ്റു വേദിയിലുള്ള സമുന്നതരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പോഷക സംഘടനയുടെയും ഇസ്തിഖാമയുടെയും ഒക്കെ തന്നെ അഭിനന്ദരായ നേതാക്കന്മാർ, മഹത്തായ സംഗമത്തിലെ തീർച്ച പ്രിയ സഹോദരങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്നേ വരെ നിലകൊണ്ടത് ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നും അവിടുത്തെ സഹാബി വര്യരിൽ നിന്നും അവിടുത്തെ താബീങ്ങളിലൂടെ പകർന്നു കിട്ടിയ യഥാർത്ഥ ദീനിൻ്റെ സുന്നത്തമായത്തിൻ്റെ ആദർശം അത് സമൂഹത്തിന് ഖിയാമത്ത് വരെ നിലനിർത്തേണ്ട ബാധ്യതയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭം തന്നെ നമുക്കറിയാം, ഇതുപോലുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ അവിശ്വാസികളാക്കുന്ന പ്രവണത അത് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണല്ലോ ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചത്. നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനെ ഒരു നിഷേധിയാക്കുമ്പോൾ, കുഫ്ർ ആരോപിക്കുമ്പോൾ മുൻകഴിഞ്ഞതായ നമ്മുടെ പൂർവികരായ ഭാരതന്മാരൊക്കെയും സാദാത്യങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, ഇവരൊക്കെ മഹത്തായ ദീനിന് പുറത്തു പോയവരാണ് എന്നുള്ളതാണ് അവരുടെ വാദം. മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികളൊക്കെയും അവർ കുഫ്ർ ചാർത്തുകയാണ്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത്. ഇതൊരു മൗലവിയുടെ മാത്രം പ്രഖ്യാപനമായി നാം കാണരുത്, മറിച്ച് ഇത് സമസ്തയുടെ മാത്രം പ്രശ്നമല്ല. ലോക മുസ്ലിങ്ങളെ മുഴുവനും കുഫ്ർ ആരോപിക്കുമ്പോൾ ഇവിടെ മുഅ്മിനീങ്ങൾ ആരാ, മറ്റു മുസ്ലിമീങ്ങൾ ആരാ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ലോകത്തെവിടെയും സിയാറത്തുണ്ട്, മഹാന്മാരെ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഇത് ലോകത്തെവിടെയും നടക്കുന്നതാണ്. ഇതൊരു കേരളത്തിലെ സമസ്തക്കാർ മാത്രം ചെയ്യുന്ന പണിയല്ല, ലോകത്തെവിടെയും സിയാറത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ സൗദിയിലും അത് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇടക്കാലത്തില്ലെങ്കിലും സൗദിയിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ മഹാന്മാരെ സിയാറത്ത് ചെയ്യുക, അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് അവരെ പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്. ആദരിക്കേണ്ടതിന് ആദരിക്കുക എന്നുള്ളത് മഹത്തായ ദീനിന്റെ കടമയാണ്. അത് ആദം നബി, അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാമത്ത് തുടങ്ങിയതാണ്. എന്തുകൊണ്ട് ഇബ്ലീസിന്റെ പാർട്ടി പുറത്തു വന്നത്? ആദരവില്ലാത്തതിൻ്റെ പേരിലാണ്. ആദരവ് നഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. ആദ്യമായി ആദരവ് നഷ്ടപ്പെടും, പിന്നീട് അത് മറ്റൊരു പ്രസ്ഥാനമായി മാറും. അങ്ങനെ അവസാനം എത്തിച്ചേരുന്നത് വസാത്ത് മസീറ എന്ന് പറഞ്ഞത് നമുക്ക് ബോധ്യമാണ്, പ്രകടമാണ്. ഇന്നേ വരെ ഇതുപോലെ വിശ്വാസത്തിന്, ആദർശത്തിന് വ്യതിചലിച്ച പലരും അവരുടെ അവസാന പരിണമായി വരുന്നത് അവർ വിശ്വാസത്തിൽ നിന്ന് തന്നെ പുറത്തുപോയവരാണ്. ഇന്ന് നിരീശ്വരത്വവും അതുപോലെ തന്നെ യുക്തിവാദവും ഒക്കെ തന്നെ കൂടുതൽ പ്രകടമാകുന്നത് ആരിൽ നിന്നാണ്? നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണല്ലോ, നമ്മളൊക്കെ കാണുന്നു, മനസ്സിലാക്കുന്നവരുമാണ്. സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇസ്ലാമിന് പുറത്തു പോകുന്നതും യുക്തിവാദത്തിലേക്ക് നീങ്ങുന്നതുമൊക്കെ പരിശോധിച്ചാൽ ഇങ്ങനെ പഴയ കാലങ്ങളിൽ ആദരവൊക്കെ നഷ്ടപ്പെടുത്തുന്നു, ബഹുമാനിക്കലില്ലാതാക്കുന്നു. നല്ല നല്ല പണ്ഡിതന്മാരെ, സാദാത്യങ്ങളൊക്കെ തന്നെ കുഫറും മുശ്രിക്കുമായി കൊണ്ടൊക്കെ തന്നെ
മുദ്ര ചെലുത്തുമ്പോൾ അവസാനം അവരെത്തിച്ചേരുന്ന വഴി അതായി മാറുകയാണ്. നമുക്കറിയാം, ഒരു പണ്ഡിതൻ ഇവിടെ നിന്ന് ആദ്യം ഇസ്ലാമിൽ നിന്ന് പിന്നെ വിദേഹത്തിലേക്ക് പോയി, അവസാനം ഇസ്ലാമിൽ നിന്ന് പുതിയ വാദങ്ങളുമായി വന്ന് അവസാനം അദ്ദേഹത്തിൻ്റെ തടി പോലും കാണാത്ത ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. സഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ അങ്ങനെയാണ്. സഹാബത്തിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അവസാനം എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് മഹത്തായ ദീൻ, അതിൻ്റെ തനതായ വഴിയാണ് സമസ്ത കേരള ജമിയത്തിൽ പിന്തുടർന്നു പോരുന്നു എന്നുള്ളതാണ്. അത് സമസ്ത എന്ന പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്നെങ്കിൽ ലോകത്തെവിടെയും സമസ്ത തന്നെയാണത്. കാരണം അത് ദീനാണ്, യഥാർത്ഥ ദീനാണ്, സുന്നത്തുമായത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരായിരുന്നാലും ഇത്യാദി വാദങ്ങളിൽ നിന്ന് പിന്മാറണം, മാത്രമല്ല സത്യത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പഠിക്കാനും മനസ്സിലാക്കാനും നല്ലപോലെ മനസ്സിലാക്കാനുള്ള പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കണം. പുസ്തകം വായിച്ചുകൊണ്ട് ദീനാവൂല. പണ്ഡിതന്മാരെ കീഴിൽ നിന്ന് നല്ല നിലക്ക് പഠിച്ചു വളർന്നാൽ കുരുത്തും പൊരുത്തുണ്ടെങ്കിലേ ദീനാവുള്ളൂ. കുരുത്തും പൊരുത്തും നഷ്ടപ്പെട്ടാൽ അത് തന്നെയാണ് സ്ഥിതി. ഇബ്ലീസിന്റെ വഴിയിലേക്കാണ് അവർ പോവുക. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, ഒരു മുഅ്മിനെയും കാഫിറാക്കാനുള്ള അധികാരം ആർക്കില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞത് അവനെ കൊല്ലുന്നത് പോലെയാണെന്നാണ് ഷഫീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അവനെ കാഫിറാക്കിയിട്ടുണ്ടെങ്കിൽ ലോകം മുസ്ലിങ്ങളെ മുഴുവനും വധിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കണം. ഇത്രമായൊരു ഗൗരവമായ ഒരു വാക്ക് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാദത്തിൽ നിന്ന് അവരെ പിന്തുടരുന്ന ആരുണ്ടോ, അവർ മൗലവി മാത്രമല്ല, ആ മൗലിയുടെ പിന്തുടരുന്ന ആരുണ്ടോ അവരൊക്കെ പിന്മാറി യഥാർത്ഥ വഴി മനസ്സിലാക്കാനും പഠിക്കാനും മുന്നോട്ട് വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊക്കെ ഉണർത്താറുള്ളത്. സർവശക്തനായ റബ്ബ് തആല നമ്മുടെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. സുന്നത്തുമായത്ത് അള്ളാഹു അന്ത്യനാൾ വരെ നിലനിർത്തി അതിൻ്റെ വക്താക്കളായി ജീവിച്ച് ഈമാൻ വരിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വചനത്തിൽ ഈ സംഘം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.